പത്തനാപുരത്ത് ഈ കൊട്ടിക്കലാശത്തിനിടെ LDF UDF കയ്യാങ്കളി ഉണ്ടായ വാർത്ത അരുൺ രാജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അരുൺ, എന്താണ് നൽകാനുള്ള വിവരങ്ങൾ? വലിയ സംഘർഷമാണ് ഉണ്ടായത് അവിടെ. പത്തനാപുരത്ത് ഈ കലാശക്കൊട്ടിന്റെ സമാപനം നടക്കുന്നതിനിടയിലാണ് സംഘർഷം ഉണ്ടായത്. ഇതിൽ സംഘർഷത്തിന് ഇടയിലേക്ക് നയിച്ച കാരണം ഈ ഉച്ചഭാഷ നിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കമുണ്ടായത്. ഈ തർക്കം ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയായിരുന്നു. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് ഇരു കൂട്ടരെയും ശാന്തരാക്കി വിട്ടത്. 6 മണി കഴിഞ്ഞ് ഉച്ചഭാഷ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഇരു പാർട്ടിക്കാരും സ്വീകരിച്ചു. UDF പ്രവർത്തകർ സ്വീകരിച്ചു. പക്ഷേ ഇത് LDF പ്രവർത്തകർ നിരാകരിച്ചതോടെയാണ് തമ്മിൽ സംഘർഷം ഉണ്ടായത്. ഒടുവിൽ ഈ പോലീസ് ഇടപെട്ട് ഈ സംഘർഷ ഇപ്പോൾ അയവുവരികയും ഇരു കൂട്ടരെയും വിവിധ ഇടങ്ങളിലേക്കായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പത്തനാപുരത്ത് സംഘർഷ സാധ്യത മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അരുണ്, നേരത്തെ കരുനാഗപ്പള്ളിയിൽ അവിടെ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ടോ? ഈ CR മഹേഷ് MLAക്ക് പരിക്കേറ്റ സംഘർഷത്തിൽ അതിന്റെ വിവരങ്ങൾ കൂടി അരുൺ. ഉന്മേഷ്, കല്ലേറിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹാഷിമിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 5 സ്റ്റിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയ്ക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ CPM പ്രവർത്തകർ നടത്തിയ കല്ലേറിലാണ് പരിക്കേറ്റത് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. CI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ തലയിൽ ആഴത്തിലുള്ള മുറിവ് ഏറ്റിട്ടുണ്ട്. 5 സ്റ്റിച്ചാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹാഷിമിനാണ് തലയിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഈ കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും രണ്ടിടത്തും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമല്ലേ? തീർച്ചയായും നിലവിൽ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ അവസാന നിമിഷം ഈ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിന് പിന്നാലെ പിന്തിരിഞ്ഞു പോയ പ്രവർത്തകർ, അത് കോൺഗ്രസിന്റെയും BJPയുടെയും CPMന്റെയും പ്രവർത്തകർ പരസ്പരം ഈ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നശിപ്പിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കരുനാഗപ്പള്ളിയിൽ സംഘർഷത്തിന് വലിയ രീതിയിൽ സംഘർഷം പോയിരുന്നു. പോലീസിന്റെ കൈവിട്ട് ഈ പ്രവർത്തകർ വലിയ രീതിയിൽ പരസ്പരം പോർവിളിക്കുകയും സംഘടിക്കുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം അടക്കമുണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും പരിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് സാരമുള്ളതാണ് എന്നുള്ളതാണ് വിവരം. പത്തനാപുരത്തും കരുനാഗപ്പള്ളിയിലും ഇപ്പോൾ നിലവിൽ സംഘർഷത്തിന് അയവന്നിരിക്കുന്നു. പോലീസിന്റെ നിയന്ത്രണത്തിലാണ് 2 സ്ഥലങ്ങളും ഇപ്പോൾ നിലവിലുള്ളത്. ശരി അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് പത്തനാപുരത്തും കരുനാഗപ്പള്ളിയിലുമാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. നിലവിൽ സ്ഥിതിഗതികളിൽ ശാന്തമാണ്. CR മഹേഷ് MLAക്ക് പരിക്കേറ്റിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട്